ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് നിന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വാരിയതാ കോഴിക്ക് കൊടുക്കാൻ. ആ പൊടി മാറ്റി കളഞ്ഞാ വേണമെങ്കിൽ കഞ്ഞിയും വെക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യർ കേൾക്കട്ടെടി കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്തത് കൊണ്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത്. പിന്നെ പഞ്ചസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. ഒക്കോ ഈ മണ്ണെണ്ണ പാത്രം കൊണ്ട് തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ? അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്ക്. ചെല്ലേ എവിടെ പോയി കിടക്കുന്നു സത്ത് കെട്ടത്? പാപ്പച്ചനാണോടെ? അല്ല വിശ്വംഭരന. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പച്ച രാവിലെ കൊണ്ടുപോയതായി. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം വഴിയിട്ട കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്ന് അവന്റെ മുട്ടുകാലി തല്ലിയൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിവിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ച ഒരു പ്രശ്നവും ഇനി നമ്മളെ പറയാൻ താമസിക്കുന്നേ. അതെന്താ? എന്റെ ഖദീജയെ കൊണ്ട് പ്രസവിക്കാൻ പോവല്ലേ? കാമഡി. ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ചെന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അതെന്താ സുന്ദര? അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസ സൗകര്യം നോക്കുന്നത് ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ അവിടെ സൗകര്യം കുറവാണേ. ഉള്ള സൗകര്യം മതിയല്ലേ? അയ്യോ അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ. സുന്ദര വേണ്ട. എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല നാടകക്കാരി. ചിലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണ കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റിൽ പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനേ വന്നവരുടെ 3 നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏതാണ് അവള്? ഹീറോനി. ആര്? ഹീറോനി. അതാര് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ഇവളുടെ കൂടിയ കാലം നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി ഞാൻ പിടിക്കയറ്. പിടിക്കട, നടക്കണ വീട്ടിൽ. കുമാര, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിന കണ്ണാടി നോക്കി കുരകൻ മനസ്സിലാവൂടാ. വീട് ഇരിക്കാൻ സമ്മതിക്കൂല പണ്ടാരം. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. നിങ്ങളിവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടനായിട്ടിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യാൻ? നാടകം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞല്ലേ? ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകവും പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ പൊളിച്ചെടുക്കുന്നു. സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവനാണ്. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽ ദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ദുഷ്യന്തന്റെ മകൻ. അമ്മേ, അമ്മ ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ, പോയിരുന്നു പഠിക്കും. അമ്മേ അമ്മേ പ്ലീസ് പോയിക്കോട്ടെ അമ്മേ. നിന്നോട് പറഞ്ഞത് പോയിരുന്നു പഠിക്കാൻ അല്ലേ? നമുക്ക് എന്തായാലും പ്രോഗ്രാം പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. കുറച്ചേരം നാടകം കണ്ടാലോ? സാർ ഇവിടെ പേടിക്കണ്ടോ? നാട്ടുംപുറവും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം. അമ്മേ അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മേ. അച്ഛൻ വരണേന് മുമ്പ് എത്തണം. ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജ കൂടി വിളിച്ചോ. വിളിക്കാം. ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഈ ഊള ഡയലോഗ് വിടുകയുള്ളൂ. ഒറ്റ ചവിട്ടോട്ടി എവിടെയാണ് ഞാൻ ഡയലോഗ് നീ കംപ്ലീറ്റ് തെറ്റിച്ചു. ഇന്നിപ്പോ ദുഷന്തം ഞാനായിരുന്നെങ്കിൽ നാടകം കലക്കിയത്. രണ്ടെണ്ണം കൂടി മറ്റേ ഒന്ന് നിർത്തറ. അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നേ? അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്താണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ? മന്ത്രി
അച്ഛനാണ് ഇതിന്റെ പിന്നിലല്ലേ? പാപ്പച്ചനാ. ഭക്ഷണത്തോട് പാപ്പച്ചൻ. അവാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധമില്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഫോട്ടോഗ്രാഫർ അല്ലേ നമ്മുടെ കൂടെ? ഞാൻ വേണേ. അതാ ഞാനും പറഞ്ഞേ. അയ്യോ പാപ്പഞ്ചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. എന്റെയോ? ഞാൻ നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? എന്നാ ഇതെന്തിനാ എനിക്ക്? കൊണ്ട് തേച്ചോടാ. ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ. അള്ള അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച. ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടി ഇല്ല. എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. ഏയ് പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും. റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. നീ മിണ്ടരുത്, മിണ്ടരുത്. വീട്ടു പോ. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ. കള്ളടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ആ പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ആ ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ കേക്കും. ജവൻ കലാകാരനാ. കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവമാനത്തിലെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി. നീ വീട്ടിൽ പോ. പാപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീഴ്ച പോടാങ്ങട്. എന്താണ് മുഖത്ത് കടന്നിലൂത്തിയോ? കടന്നലിന്റെ ഒരു ഭാഗ്യേ. വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മതിരി അരക്കായി നോക്കായിരുന്നു. നാണമില്ലല്ലോ. ആർക്ക്? ദുഷ്യന്തനോ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത്. പഴ ഉരിച്ചു കൊടുക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. വിത്ത് ഗുണം 10 ഗുണം. എന്ത്? അല്ല, ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ, തന്റെ അച്ഛൻ. ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ. തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു. സ്കൂളിൽ പോവുക, മാവേലെറിയ, ആമ്പൽപ്പൂ പറിക്ക, ഓണം, വിഷു, തിരുവാതിര, ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു. ആരെയും പേടിക്കണ്ട. ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ. എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ. നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ? വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും. ഞാനന്ന് തൂങ്ങിച്ചാവും തീർച്ച. വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. അയ്യോ,
അയ്യോ പ്രസാദ്, വൈകുന്നേരം കുളിക്കടവിൽ കാണാം. ആ. എവിടെ പോണടി? വീട്ടില്. അമ്മാന്റെ വീട്ടില്. എനിക്കറിയില്ല. കേറ്. വേണ്ട. കേറാൻ. ആ പ്രസാദോ? അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ഓ, സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ. ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം. അവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് അവനെ തെമ്മാടിയാക്കുന്നതാ. ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ. അകത്ത് കയറട്ടെ. എടീ, കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കയറും. ഒരാളുടെ ചെലവെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു കൊടുക്കും. 10 പൈസ ഞാൻ കൊടുക്കില്ല. ആ ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കടാ. അയ്യടാ, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുണ്ട് വളർത്തിട്ട് എടുത്ത് പിടിച്ചിട. പയ്യങ്ങോട്ട് വരാൻ മുണ്ട് പിടിച്ചിട. പെണ്ണ് വരുന്നേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയേക്കണാട്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ പൊടി. മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോടത്ത് കുളിപ്പിക്കും. എന്താടാ പാപ്പച്ചന്റെ അമ്മ? അമ്മ അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ? ഈ മീനിക്കൾ ഇതാക്കേണ്ട സ്ഥലം. ഏത് സമയത്ത് തോന്നിയെന്നാണോ കുളിക്കാൻ അറിഞ്ഞത്?